ഞാനേ എന്തോന്ന് പറയാനാ, ഒന്നും ഇതുവരെ ആയില്ല. ഹായ് ഹായ്, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു ചേച്ചി. കായലും രാധയും മണിക്കുട്ടനും പോകുന്നുണ്ട്. ഈ പെണ്ണ് കുറച്ചു ദിവസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് കേറി വിവരം തിരക്കിയാലോ. എന്തോ പ്രശ്നമുണ്ട്, അതിങ്ങനെ വന്ന് നിൽക്കാറില്ലല്ലോ. ഇന്നിപ്പോ വേറെ ഒന്നും നടന്നില്ലേലും കുഴപ്പമില്ല, നോക്കാം. ഒരു ഫ്ലാറ്റ് താമസം, താഴെയങ്ങണം കൊണ്ടുവന്ന് വീടും വയ്ക്കൂല. മനുഷ്യനെ കൊല്ലാനായിട്ട് 100 കൂട്ടം പണിയുള്ളപ്പോഴേ കാര്യമൊന്നും അറിഞ്ഞിട്ട് പോകണമെന്ന് വെച്ചിട്ട് പടി കയറി മനുഷ്യന്റെ നാട്ടിൽ. രാധേ, എടി രാധേ. ആരാ? ആ ചേച്ചിയായിരുന്നു. അമ്മ അച്ഛനും കൂടി ഒരു പാലച്ഛനും ഒഴുകുന്നു. കൊണ്ടുവരാൻ വയസ്സായില്ലേ പെണ്ണേ. എന്താ ചേച്ചി വേഗം കുടിച്ചോ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഞാൻ ഇവിടെ ഇപ്പൊ ഇവിടെ തന്നെ. ക്ഷീണിച്ചു പോയില്ലോ മോളെ. അവിടെ താങ്ങാനൊന്നും പിടിക്കുന്നില്ലേ നിനക്ക്? ഇല്ല ചേച്ചി, ചേച്ചി ഇപ്പഴും ബ്രോക്കർ പണിയൊക്കെ തന്നെ. എല്ലാം ഉണ്ട്. കുടുംബശ്രീ പോകും, തൊഴിലുറപ്പിന് പോകും, ബ്രോക്കർ പണി, പിന്നെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ വീട്ടില് സാധനങ്ങളൊക്കെ, എല്ലാ പരിപാടികളും ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. അവള് പറഞ്ഞായിരുന്നു, രാധ പറഞ്ഞായിരുന്നു നീ നല്ല കാര്യങ്ങളൊക്കെ. അമ്മ പറഞ്ഞോ? ആ പറഞ്ഞു. അമ്മ അങ്ങനെ ആരുടെ പറ്റിയതാ മോള് പറ. ചേച്ചി ആരുടെ പറയും? ചേച്ചി ആർക്കും പറയല്ലേ, ഞാൻ പറഞ്ഞതായിട്ട് അമ്മ അറിയിട്ടത്. അമ്മ പറഞ്ഞായിരുന്നേ. പറഞ്ഞല്ലേ? അമ്മ പറഞ്ഞായിരുന്നു. അവിടെ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാച്ചി. അയാള് നമുക്കാരും ചൂ നോക്കാൻ പറ്റത്തില്ലല്ലോ. അയാൾ ഭയങ്കര കുടിയും ചീട്ടുകളി, പിന്നെ വേറൊരു റിലേഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞതാ അവന്റെ അടുത്ത്, ഞാൻ മണിക്കുട്ടന്റെ അടുത്ത് ഞാൻ തലേക്കേയും വെച്ച് പറയണം, നല്ലൊരു പയ്യനുണ്ട് ഞാൻ കൊണ്ടുവരാം. ആ ബാബുവിന്റെ വാക്ക് കേട്ടോ. ഞങ്ങളിപ്പോ അത് തന്നെ പറയണേ. ചേച്ചി കൊണ്ടുവന്ന എല്ലാ ആലോചനകളും നല്ല രീതിക്കല്ലേ പോകുന്നത്. ഡിവോഴ്സ് നടന്നിട്ടുണ്ടോ? ആ ഉണ്ണി കൊണ്ടുവരാൻ ഒന്നും നടക്കൂല മക്കളെ, ഒന്നും നടക്കൂല. കുടുംബം അടിച്ച് പെരിഞ്ഞു പോകും. ആ ഫാമിലി തന്നെ ഫുള്ള് ഫ്ലോപ്പാന്നേ. ആ അമ്മായി മാത്രല്ല, അവർക്ക് വേറെ റിലേഷനൊക്കെ ഉണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നേ. നമ്മളിത് വല്ലതും അറിഞ്ഞു, വല്ലതും അന്വേഷിക്കാൻ പറ്റിയോ? ചേച്ചി പറയില്ലേ? അമ്മയുടെ അടുത്ത് പ്രത്യേകിച്ച് പറയുന്നു. അമ്മ എന്റെ അടുത്ത് പറഞ്ഞ ആരുടെ നിനക്ക് തോന്നുന്നു ചേച്ചി ആരടുത്തെങ്കിലും പറയൂ ഒരു കാര്യം? പറയല്ലേ ചേച്ചി, എന്നെ വെട്ടും. ഇല്ല ഞാൻ പറയത്തില്ല. ഞാൻ പിന്നെ പോട്ടെ. ആ ശരി ചേച്ചി. തിരക്കൊണ്ടു നോക്കളെ. അമ്മ ഉള്ള ദിവസം ഇറങ്ങാട്ടോ. പിന്നെ അതാകുമ്പോ പറയണേ. എന്തായാലും ഇത് ചൂടോടെ ഗ്രൂപ്പിലങ്ങ് ഇട്ടേക്ക, എല്ലാരും അറിയിക്കണ്ടേ, അവരങ്ങ് ഷെയർ ചെയ്യും. ഗ്രൂപ്പിലെ മെമ്പർമാരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ രാധേരി മണിക്കുട്ടന്റെ മോളെ റെനി ബന്ധം വേർപെടുത്താനുള്ള തയ്യാറെടുപ്പിൽ, അങ്ങനെ ഡിവോഴ്സായി പെണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. അവൻ കഞ്ചാവും വെള്ളവും പെണ്ണുകൂടി, ഇതൊക്കെയാണ് അവന്റെ ശീലങ്ങൾ. അതുകൊണ്ട് ജീവിതം താറുമാറായിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ കിട്ടിയ വിവരം നിങ്ങളെ അറിയിച്ചതേ ഉള്ളൂ. നാളെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇന്ന് ഇത്തിരി തിരക്കാം. ഓക്കെ, നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണേ. സമാധാനം. അതെ, ഞാൻ വിളിക്കാം. ഞാൻ പറയില്ലേ, നോക്കൊരു ആലോചന വന്ന്. ഇത് നല്ല പയനാന്ന് പറയാം. ഓക്കെ ഇപ്പൊ കണ്ടായിരുന്നു. ഇപ്പൊ ജോത്സ്യനൊന്ന് കാണാൻ ഗ്രഹനില ഒന്ന് കൊടുക്കണം. കാര്യം നടത്തില്ല, സമയമില്ലല്ലോ. അതെ, മോക്കൊരു ആലോചന വന്നായിരുന്നു. നല്ല പയ്യൻ. അപ്പൊ ചെന്ന ഗ്രഹനില നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ മുന്നോട്ട് പോകണം. ഉണ്ണിയില്ലേ ബ്രോക്കർ? നീയല്ലാതെ ആരെങ്കിലും അവനെ കൊണ്ട് ഈ ആലോചന വരുത്തി? നീ അറിഞ്ഞോ രാധയുടെ മോളുടെ കാര്യം? എന്തോ? ആ മണിക്കുട്ടന്റെ രാധയുടെ മോളുടെ കാര്യം അറിഞ്ഞോ? എന്തോ കാര്യം? അറിഞ്ഞില്ല. ആ പെണ്ണിന് വീട്ടിൽ വന്നു അവൻ നടത്തിയ ഏതെങ്കിലും ഒരു കല്യാണം ശരിയായി പോയി. എന്തിനാ പഞ്ചമി ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? ഞാനിങ്ങനെ ഇല്ലാത്ത പറയുന്നേ. ഇപ്പൊ എവിടുന്ന ആലോചന വന്നേ? കുണ്ട്രന്ന്. കുണ്ട്ര എവിടെ? കുണ്ട്ര നമ്മൾ ആശുപത്രി മുക്കില്ലേ, അതിന്റെ ബാക്ക് സൈഡിൽ അവിടെ ഒരു വാർത്ത വീടില്ലേ? ഒരു വാർത്ത വീടുണ്ട്. അതന്നെ, പയ്യന്റെ അച്ഛൻ രാജേന്ദ്രൻ വില്ലേജ് ഓഫീസിലാ ജോലി. പയ്യന് വില്ലേജ് ഓഫീസിൽ. ഇവൻ ഇങ്ങനെയുള്ള കേസുകളെ കൊണ്ടുവരുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുക്കൻ കുഴപ്പക്കാരനാ. ഞങ്ങളിപ്പോ തിരക്കി മറ്റു കുഴപ്പമൊന്നുമില്ല. ആര് പറയുന്നു? ഇതാ മണിക്കുട്ടന്റെ രാധയുടെ കാര്യം. ഇതാ രണ്ടാമത്തെ ഫ്ലാറ്റിൽ വലിയ വീട്ടിൽ വന്നിട്ട്
ഇവൻ പലതും തിരിക്കും. ഇവൻ പറയുന്നേ ഇവൻ എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ? ഓരോ കല്യാണം നടത്തിയിട്ട് അവിടെ രണ്ടുപേരെ അങ്ങ് നിർത്തും. നമ്മൾ തിരക്കി ചെല്ലുമ്പോ ഇപ്പൊ നമ്മളെ കൂടെ നിൽക്കും. നിന്ന് നമ്മൾ തിരക്കി ചെല്ലുമ്പോ ഇവ അവിടെ രണ്ടുപേരെ നിർത്തിയേക്കും. ഞങ്ങൾ ചെല്ലുന്ന വഴിക്കുണ്ടല്ലോ, കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ രണ്ടുപേരും. അപ്പൊ എന്റെ ഇത് പറഞ്ഞപ്പോഴല്ലേ എന്റെ മനസ്സിൽ സംഭവം ഉണ്ടോ? അതായത് നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്ത് നിർത്തിവെക്കുന്ന പോലെ ഇതാവിന്റെ പരിപാടി. പഞ്ചമി ചേച്ചി നടത്തിയ ഏതെങ്കിലും ഒരു കല്യാണം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല മറ്റേ വീട്ടിലേക്കല്ലേ? പിന്നെ എന്റെ ജീവിതം പോയില്ലയോ? മഹാഭാവി, നീ അയാളോട് ചോദിച്ചില്ലായിരുന്നോ? ചോദിച്ചില്ല, ഗ്രഹമില്ല, അവന്റെ ബുദ്ധിയില്ല. എന്റെ മോള ഇത് നോക്കിക്ക, ഇങ്ങനുണ്ട് വഴി. വഴി കുഴപ്പമില്ല, നമുക്ക് ഭയമില്ല. പക്ഷെ എന്റെ ജീവിക്കാനുള്ള ചുറ്റോട് ഇതുവരെ ആവരുത്. ചേച്ചി നിനക്ക് വിശ്വാസം ഉണ്ടോ? ഞാൻ പറയുന്നത് നിനക്ക് എത്ര വർഷമായിട്ട് നീ എന്നെ കാണുന്നയാടാ. അതുകൊണ്ടാണ് ചേച്ചി പറഞ്ഞത്. ആണല്ലോ. ഞായറാഴ്ച ഞാൻ വിളിക്കാൻ പറയാം. മറ്റന്നാളെ ഇന്നലെ വൈകിട്ട് വിളിക്കാം. എന്തിനാടാ? ഞാൻ മറ്റന്നാൾ കൊണ്ടുവരാം. വീട്ടിൽ കൊണ്ടുവരുമോ? ഞാൻ പോയി ഈ ഗ്രഹനിലൊക്കെ ശരിയാക്കിയിരുന്നെങ്കിലേ ഈ ബന്ധം അവനവിടെ വഴി വന്നിക്കാന്ന് പറഞ്ഞു. എന്തായാലും വേണ്ട കേട്ടോ, ഞാൻ ഞായറാഴ്ച കൊണ്ടുവരാമല്ലോ. ഇനി എന്തിനാ ഞാൻ കൊണ്ടുപോകുന്നത്? അവനെ കാണാം, ഞാൻ പൊക്കിക്കോളാം. ശരി ശരി കാണാം. അങ്ങനെ ഒരു കോളം എന്തായാലും ഒരു കല്യാണക്കോളം ഒത്തയല്ലേ. ഇന്നത്തെ ദിവസം കൊള്ളാം കേട്ടോ. മണിക്കുട്ടന്റെയും രാധയുടെയും വീട്ടിലെ കാര്യം വെളിയിൽ അറിയിക്കാനും പറ്റി. ഉണ്ണിക്കിട്ടൊരു പണിയും കൊടുത്തു. എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് പോവാം. അവരടുത്ത് പറയാനുള്ളതല്ലേ? അല്ല ഇതെങ്ങോട്ട്? സൂതാണല്ലേ? സൂതാണെന്റെ മോക്ക് ചെറുക്കൻ്റെ. അപ്പൊ ദിവസം കുറിക്കാൻ നിങ്ങളവിടെ ഞാൻ സിറ്റി വരെ പോയതാ. വിശേഷം? മണിക്കുട്ടന്റെ വീട്ടിലൊന്ന് കയറി. നീ അവിടത്തെ വിശേഷം വല്ലതും അറിഞ്ഞായിരുന്നു? ഏതാ അവിടത്തെ? ആ ഫ്ലാറ്റിലെ. നീ അല്ലേ അവിടുത്തെ കല്യാണം നടത്തിയേ? പിന്നെ കിടിലും കല്യാണം. അതാ പെണ്ണ് വീട്ടിൽ വന്ന് നിൽക്കുന്നത്. കുടുംബശ്രീയില് ചർച്ചയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഞാൻ നേരിട്ട് ആ കൊച്ചിനോട് കാര്യം നൽകിയതാ. കൊച്ചു വീട്ടിൽ വന്ന് നിൽക്കുക. കഞ്ചാവ്, പെണ്ണുപിടി, വെള്ളവടി. ആ കൊച്ചു വീട്ടിൽ വന്ന് നിൽക്കുന്നു. എടാ പഞ്ചഭാവി, നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? തങ്ക ഒരു പളങ്ക് കണക്കത്തെ കൊച്ചിനെ പിടിച്ചു കൊടുത്ത് കഞ്ചാവ്, വെള്ളവടി, കൊച്ചിന്റെ കുഴപ്പമോ? ആരാണ് നിന്നോട് പറഞ്ഞ കൊച്ചിന്റെ കുഴപ്പം? നീ കല്യാണം നടത്തിയതും പോരാഞ്ഞിട്ട് നീ കൊച്ചിന്റെ കുഴപ്പവും കൂടെ കൊണ്ടുവയ്ക്കുന്നു. അവര് പോയേക്കുവാ ചെറുക്കന്റെ വീട്ടിലോട്ട്. പണങ്ക് പോലത്തെ ഒരു പെങ്കൊച്ച. എടാ പഞ്ചഭാവി, നീ അതിന്റെ ജീവിതവും തൊലച്ചല്ലോടാ. മണിക്കുട്ടണ്ണൻ പറഞ്ഞില്ല. പറയാത്തോണ്ട് കുഴപ്പമാ. അവരിപ്പോ എവിടെ കണ്ട് പോയേക്കോ. അത് ഞാൻ സംസാരിച്ചത്, അത് വേറെ വിഷയമല്ല. എവിടെ കുറെ നേരം വേണ്ടി ജംഗ്ഷനിൽ നിൽക്കും. എല്ലാം ഉറപ്പിച്ച് നമ്മളിന്ന് ദിവസം നോക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞല്ലേ? ആര് പറഞ്ഞ? ചെറുക്കൻ നല്ല തങ്കം പോലെ ചെറുക്കൻ. നിങ്ങറിയാം, വില്ലേജ് ഓഫീസ് ഗവൺമെന്റ് ജോലിയല്ലേ? അണ നിങ്ങള് ആര് പറഞ്ഞത്? കല്യാണം മുടക്കലോ വല്ല ആയിരിക്കും. നിങ്ങളെ ഹലോ സുഗതണ്ണ ഇപ്പൊ ദിവസം പോവാൻ നോക്കാന്ന് പറഞ്ഞ് വിളിച്ചതാ. ഇപ്പൊ പറയുന്ന ആരാ പറഞ്ഞ ചെറുക്കൻ കഞ്ചാവാണെന്ന് എന്തൊക്കെ പറഞ്ഞു. പുള്ളിക്ക് വേണ്ട ചേച്ചി പോയ നല്ല ഇറക്കാൻ അന്വേഷിച്ചു നോക്ക്. അതല്ലേ പൈസ ഇട്ട് ജീവിക്കാന്നുള്ളത് സമ്മതിക്കത്തില്ല. ഇത് നിരന്തരം ഇങ്ങനെ തുടങ്ങിയിരിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാൻ നമുക്കൊരു അസോസിയേഷൻ തുടങ്ങിയാലോ? നമുക്ക് മാത്രം ഇതൊന്നും ഇല്ലാത്ത. അതെങ്ങനെ നമ്മളെ കൂട്ടത്തോളം ചേർന്നല്ലേ വരത്തുള്ളൂ? നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരുമായിട്ട് സംസാരിച്ച് നമുക്കൊരു മീറ്റിംഗ് കൂടി എത്രയും പെട്ടെന്ന് ഒരു അസോസിയേഷൻ നമുക്കൊരു അസോസിയേഷൻ തുടങ്ങണം. ഇത് ശരിയാവത്തില്ല. കുതികാരുമായിട്ടും അങ്ങോട്ടും പരസ്പരം പാര വയ്ക്കില്ല. എന്ത് ശരിയാ. എനിക്കാണെങ്കിൽ വേറെ ഏർപ്പാടും ഉണ്ടായിരുന്നു. ശരിയാ. ഞാൻ പോട്ടെ തന്നെ. ശരി. അങ്ങനെ ഒരു കോളൊത്തു. സുഖത്തിനെ ഒന്ന് വിളിച്ചുറപ്പിക്കാം. സുഖതോ, ഞായറാഴ്ച ഞാൻ ചെറുക്കനെ കൊണ്ടങ്ങ് എത്തുവേ. വല്ലതൊക്കെ കഴിക്കാൻ തിന്നോ കുടിക്കാനോ ഒക്കെ മേടിച്ചു വെച്ചേരെ.
ഓക്കെ. അപ്പൊ ഇന്ന് 1, 2, 3 പേരെടുത്തായി. ഇനി ഈ മണിക്കുട്ടന്റെ ജാതകരെയും വലിയ കാര്യം രണ്ടുപേരെടുത്തത് പറയും. ഇന്നത്തെ കൂട്ട കഴിഞ്ഞു. എന്നാ പിന്നെ പോയേക്കാം. എല്ലാ കഥകളും കുതന്ത്രങ്ങളും മെനഞ്ഞെടുത്ത് കുടുംബ ബന്ധങ്ങളെ ഇല്ലാതാക്കിയും തമ്മിലടുപ്പിച്ചും പഞ്ചമി യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും.